32 വർഷം ഞാൻ നടന്നു വന്നിങ്ങ് വരിക. ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല. എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അടുത്ത തവണ അമ്പലപ്പുഴ മത്സരിക്കുന്നു. ഇവിടെ പാർട്ടി തീരുമാനിച്ചാൽ മത്സരിച്ചൂടെ? അതിനെന്താ തടസ്സം? ജയിക്കുന്ന ആളെയല്ലേ മത്സരിപ്പിക്കത്തുള്ളൂ. ആരാ, ഏത് സീറ്റായാലും. മൂന്നാമതും പിണറായി വിജയൻ സാറ് മുഖ്യമന്ത്രി ആവണം എന്ന ചർച്ചയാണല്ലോ നടക്കുന്നത്. അതിന് ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ അമ്പലപ്പുഴ കൂടെ കിട്ടണ്ടേ, ആലപ്പുഴ കിട്ടണ്ടേ? ഈ ജില്ലയിലെ 9 8 സീറ്റുള്ളത് അത് കിട്ടണ്ടേ? അത് കിട്ടുന്നതിന് നേരത്തെ കൊടുക്കാൻ സജി ചെറിയനെപ്പോൾ ഞാൻ സംസാരിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ബാലനൊന്നും ഇവിടെ ക്യാമ്പയിൻ നടത്തിയ സീറ്റൊക്കെ ഒന്ന് പിടിക്കാവോ? പാലക്കാട് പോലും 1-ലേറെ സീറ്റിൽ LDF തോറ്റിട്ടുണ്ട്. ഇവിടെ 1 പോയുള്ളൂ. അപ്പോൾ ചാർജ് ബാലനേക്കാൾ കൂടുതൽ സീറ്റ് ഞാനാണ് പിടിച്ചു കൊടുത്തത്. ബാലനൊരിക്കലും എന്നെ പറ്റി പറയാൻ പാടില്ലാത്തതാണ്. കാരണം അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാത്തതാണ്. അപ്പോൾ ഈ അവസരത്തിൽ ആരോ സൂചിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ ബ്രാഞ്ചിലാണ്, ഈ നാട്ടിലാണ്. ജില്ല വിട്ടുള്ള പരിപാടിക്ക് പോലും ഞാൻ അധികം പോകുന്നില്ല. ഇഷ്ടംപോലെ എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ പോകുന്നില്ല. ഇപ്പം എന്തോ ചന്ദ്രചൂഡൻ എന്നൊരു അറസ്റ്റ് ചെയ്തതാണ്. അദ്ദേഹത്തിന് ഒരു അവാർഡ് എനിക്ക് തരുന്നെന്നും പറഞ്ഞിട്ടല്ലേ അതിൻ്റെ ഭാരവാഹികളെ വിളിച്ചു. അത് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ തരികയാണ്. നേരത്തെ ഇങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല സാറ്. അധികാരത്തിൽ നിന്ന് മെല്ലസ്ഥാനത്തൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴാണ് സാർ അത് പറയാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടാണ് ചില പാർട്ടി സാറുകൾ തന്നെ ഫേസ്ബുക്കിലൊക്കെ വന്ന് ഇങ്ങനെ ചെയ്യുന്നത്. അധികാരത്തിൽ ഇരുന്നപ്പോൾ എന്നെ പറ്റി ആരും ഒന്നും പറഞ്ഞില്ല. അന്ന് എൻ്റെ അടുത്ത് വരികയും അവരവർക്ക് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉപകാരങ്ങൾ വാങ്ങിയവരായി പറയുന്നു. അപ്പം അധികാരത്തിൽ ഞാൻ മാറിയതല്ല, പാർട്ടി തീരുമാനിച്ചാണ്. അധികാരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാലല്ല, അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് എന്തറിയാമെന്ന്. നിയമസഭയിൽ എൻ്റെ പ്രസംഗമൊക്കെ വായിച്ചു നോക്കും. ഈ ശബരിമല കാര്യങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ശരി, ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? അധികാരം നഷ്ടപ്പെട്ടു, അധികാരം 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 അധികാരം. 34 വയസ്സ് കഴിഞ്ഞാണ് ഞാൻ MLA ആവുന്നത്. അറിയാം, 34 വയസ്സ് കഴിഞ്ഞു. സഭയിടാത്തത് സ്റ്റേറ്റ് പ്രസിഡന്റാണ്. എന്നാൽ സഭക്കാരെ ഒന്നും മത്സരിപ്പിക്കത്തില്ല, എല്ലാ പ്രായമായാലും മത്സരിപ്പിക്കും. മന്ത്രിയാവുന്ന 46 വർഷം കഴിഞ്ഞു അല്ലേ? ഞാൻ ആദ്യം കായംകുളത്ത് MLA ആയപ്പോൾ രാധാകൃഷ്ണൻ, ഏരിയ കമ്മിറ്റി മെമ്പറായ രാധാകൃഷ്ണൻ മന്ത്രിയാക്കി, വിജയകുമാർ മന്ത്രി സ്പീക്കറാണ്. എന്ന വല്ല പ്രശ്നമുണ്ട്. എന്നെ ഒരു നിയമസഭാ കമ്മിറ്റിയുടെ ചെയർമാൻ പോലും ആക്കിയില്ല. എനിക്കൊന്നും പ്രശ്നമാണ്. ഞാൻ പോയി നായനാരുടെ പുറകിലത് ശരിക്കും ഈ പ്രസംഗിച്ചാലും ശരിയാവുന്ന നായനാർ പറയും. ഓൻ്റെ പ്രസംഗം അത് മതി പുള്ളി പറയുമല്ലോ. അത് ഇതൊക്കെ ഒത്തിരി ഇതൊക്കെ ആത്മകഥ എഴുതാൻ പറയും. ഞാനൊന്നും എഴുതിയില്ല, കാരണം കാണുന്നവരെല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ.